നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ജെമിനി? ഗൂഗിളിന്റെ പുതിയൊരു AI ടൂളാണ് ജെമിനി. നമുക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഈ ഒരു AI ടൂള് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെ ഉപയോഗിക്കാന്നുള്ളത് മനസ്സിലാക്കാം. നമ്മൾ സംസാരിക്കുന്ന സ്വന്തം മലയാള ഭാഷയായാലും തമിഴായാലും ഹിന്ദി ആയാലും നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഏതായാലും പ്രശ്നമില്ല. ആ ഒരു ഭാഷയിൽ നമുക്ക് ഈ ഒരു AI ടൂൾ നമുക്ക് പ്രവർത്തിപ്പിക്കാനാകും. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനാവുന്നതാണ് ഇതിന്റെ ഏറ്റവും നല്ല പ്രത്യേകത. ഇന്ന് കുട്ടികൾക്ക് അവരുടെ പഠന സംബന്ധമായ കാര്യങ്ങൾ നോക്കാനും ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ ഈ ഒരു ഗൂഗിൾ AI നമുക്ക് വളരെ വലിയ ഉപകാരപ്രദമാണ്. ഒരു പാട്ട് കേൾക്കണമെങ്കിൽ, ഒരു കവിത എഴുതണമെന്നുണ്ടെങ്കിൽ, നമ്മളൊരു വിഷയം കൊടുത്താൽ അതിനെക്കുറിച്ച് ഒരു പ്രബന്ധം എഴുതി തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു AI ടൂളിനോട് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ അതെല്ലാം നമുക്ക് ഗൂഗിൾ AI തരുന്നതാണ്. നമുക്ക് പെട്ടെന്നൊരു ലീവ് ലെറ്റർ എഴുതണം, അതല്ലെങ്കിൽ നമുക്കൊരു റെസിഗ്നേഷൻ ലെറ്റർ എഴുതണം. ഇതിനൊക്കെ നമുക്ക് ഒരു ഫോർമാറ്റ് ഉണ്ടായിരിക്കുമല്ലോ. ഈ ഫോർമാറ്റ് ഒക്കെ നമുക്ക് ഈ ഒരു ജെമിനി ആപ്പിനോട് ചോദിച്ചാൽ ഓരോ മോഡലുകൾ നമുക്ക് നമ്മുടെ മുന്നിലോട്ട് നിരത്തിയിട്ട് തരും. നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തൊരു വിവരത്തെക്കുറിച്ചും നമ്മുടെ സുഹൃത്തുക്കളോട് എന്ന രീതി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ ഈ ഒരു ഗൂഗിൾ AIയോട് നമുക്ക് സാധിക്കും. നമ്മുടെ സുഹൃത്തുക്കളെ ഫോണിലൂടെ വിളിക്കാൻ പോലും നമുക്ക് ഈ ഒരു ഗൂഗിൾ AI നമ്മളെ സഹായിക്കുന്നതാണ്. കൂടുതലായിട്ട് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഗൂഗിൾ ജെമിനി എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാമെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പ്ലേ സ്റ്റോർ എടുക്കാം. ചില പുതിയ മൊബൈൽ ഫോണുകളിലെല്ലാം ഗൂഗിൾ ജെമിനി ഡിഫാൾട്ടായിട്ട് ഉണ്ടായിരിക്കും. അല്ലാത്ത മൊബൈലിലൊക്കെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ജെമിനി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ബോക്സിൽ ജെമിനി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഡൗൺലോഡ് ചെയ്യണം. ഈ രണ്ടാമതായിട്ട് വരുന്ന ആപ്ലിക്കേഷനാണ് നമുക്ക് വേണ്ടത്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനൊരു ഇന്റർഫേസ് ആണ് വരുന്നത്. ഇത് ഡിഫാൾട്ടായിട്ട് തന്നെ ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് സെറ്റ് ആയിട്ടുള്ളത്. അതാണ് ഹലോ. നമ്മളെ പ്രൊഫൈലിന്റെ നെയിം എന്താണോ എന്ന് വെച്ചാൽ അതായിരിക്കും ഇവിടെ വരിക. ജസ്റ്റ് ജിയോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷിലാണല്ലോ സെറ്റ് ഡിഫാൾട്ട് ആയിട്ടുള്ളത്. ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് ചോദിക്കാം. എങ്ങനെ റിപ്ലൈ തരുന്നുണ്ടല്ലോ നോക്കാം. ഹേ ഗൂഗിൾ, ഹൗ മെനി ഡിസ്ട്രിക്ട് ഇൻ കേരള? There are 14 districts in Kerala. ഇംഗ്ലീഷിൽ ചോദിച്ച ചോദ്യത്തിന് ഇംഗ്ലീഷിൽ തന്നെയാണ് റിപ്ലൈ തന്നിട്ടുള്ളത്. ഗൂഗിൾ, ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? India. Officially, the Republic of India is a country. അപ്പോ നമ്മൾ മലയാളത്തിൽ ചോദിച്ച ചോദ്യത്തിന് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മളെ ഭാഷ ഏതാണെന്നുള്ളത്. അപ്പോൾ ഇന്ത്യ എന്നുള്ളൊരു വേർഡ് മാത്രമേ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ മലയാളത്തിൽ ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് മലയാളത്തിൽ ആൻസർ തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലെല്ലാം ലാംഗ്വേജ് മാറ്റണം. ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. ശേഷം ലാംഗ്വേജസ് കണ്ടല്ലോ, ഫോർ സ്പീക്കിംഗ് ടു ജെമിനി, ഈ ലാംഗ്വേജസ് സെലക്ട് ചെയ്യുക. ഇവിടെ ഇംഗ്ലീഷ് ആയിരിക്കും ഉണ്ടായിരിക്കാം. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് ലാംഗ്വേജസ് ഇതിൽ കാണാം. എന്നാൽ മലയാളം ഒന്നും ഇതിൽ കാണാൻ സാധിക്കില്ല. മലയാളം അതുപോലെ തമിഴ് ഹിന്ദിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ ഇംഗ്ലീഷ് എന്ന് കണ്ടില്ലേ, ഇവിടത്തെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് വേണ്ടപ്പെട്ട ലാംഗ്വേജ് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ആഡ് ചെയ്യാൻ ലാംഗ്വേജ് ഉണ്ട്. ഇതിൻ്റെ നേരെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ലാംഗ്വേജുകളെല്ലാം താഴേക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് മലയാളം, ഇന്ത്യ, തമിഴ് അങ്ങനെ ഓരോന്നോര് കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ മലയാളം ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ മുകളിൽ ഇപ്പം ഇംഗ്ലീഷ് കണ്ടില്ലേ, ഈ ഇംഗ്ലീഷിൽ കൊടുത്തും നമുക്ക് മലയാളം മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, ഹലോ, എൻ്റെ പ്രൊഫൈലിൻ്റെ പേര് ജിയോ. ആ രീതിയിൽ നമുക്ക് കൺവേർട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ ഗൂഗിളിൻ്റെ ജെമിനി. നമ്മൾ ചോദിക്കുന്ന സമയത്ത് ജെമിനി റിപ്ലൈ തരുന്നത് മെയിൽ വോയിസിലാണോ ഫീമെയിൽ വോയിസിലാണോ എന്ന് വേണ്ടത് ആദ്യം സെലക്ട് ചെയ്യുക. അതിൽ തന്നെ 3-4 വിധമുണ്ട്. ശബ്ദമാകാൻ ഞാൻ തയ്യാറാണ്. കേൾക്കുന്ന ഏറ്റവും മികച്ച ശബ്ദം. നിങ്ങൾക്ക് മറ്റു ശബ്ദങ്ങളെ കുറിച്ച് അറിയാൻ ആകാംക്ഷയുണ്ടെങ്കിൽ ഇങ്ങനെ പല രീതിയിലുള്ള വോയിസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടാനുസരണം സെലക്ട് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഭാഷ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ജെമിനിയോട് നമ്മൾ എന്തൊരു കാര്യം ചോദിക്കുമ്പോഴും ഹേ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് വേണം ചോദിക്കാൻ. എന്നാൽ മാത്രമേ നമ്മുടെ മൊബൈൽ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ജെമിനിയിലെ ഗൂഗിൾ അസിസ്റ്റന്റ് ഫീച്ചറുകൾ എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ, ഇത് ക്ലിക്ക് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ ഗൂഗിൾ വോയിസ് മാച്ച് കണ്ടല്ലോ, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്നതിൽ ഇവിടെ ഹേ ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലേ, ആക്സസ് യുവർ അസിസ്റ്റന്റ് എനി ടൈം ദാറ്റ് യു സേ ഹേ ഗൂഗിൾ വെൻ യുവർ സ്ക്രീൻ ഈസ് ഓൺ. കണ്ടല്ലോ, ഈ ഹേ ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ ഓഫ് ആയിരിക്കും. അത് ഓൺ ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് നമുക്ക് കുറച്ച് നമ്മുടെ വോയിസ് ഒക്കെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കും. അതൊക്കെ ഒന്ന് എഗ്രി ചെയ്ത് കൊടുക്കുക. ശേഷം ഇവർ പറയുന്ന രീതിയിൽ ഒന്ന് സംസാരിച്ചു കൊടുക്കണം.
ഹേ ഗൂഗിൾ, ഒരു നന്ദിക്കുറിപ്പ് എഴുതാൻ എന്നെ സഹായിക്കൂ. അടുത്തത്, ഹേ ഗൂഗിൾ, നാളത്തെ കാലാവസ്ഥ എന്തായിരിക്കും? ഓക്കെ ഗൂഗിൾ, മഴവില്ല് എങ്ങനെയാണ് രൂപപ്പെടുന്നത് വിവരിക്കുക. ഓക്കെ ഗൂഗിൾ, 5 മിനിറ്റ് ടൈമർ സജ്ജമാക്കുക. ഇങ്ങനെ നമ്മുടെ വോയിസ് എല്ലാം മാച്ച് ആവുന്നുണ്ടോ എന്ന രീതിയിൽ ഗൂഗിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇനി നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഹേ ഗൂഗിൾ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താണ് വിശേഷം അറിയണോ? എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. വിവരങ്ങൾ തേടുക. നിങ്ങൾക്ക് മലയാളത്തിൽ ചോദിച്ചപ്പോൾ മലയാളത്തിൽ തന്നെ മറുപടി തന്നിട്ടുണ്ട്. ഇംഗ്ലീഷിൽ നമുക്ക് നീ ചോദിച്ചു നോക്കിയാൽ എങ്ങനെ മറുപടി എന്നുള്ളത് നോക്കാം. ഹേ ഗൂഗിൾ, ഹൗ മെനി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 9 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണുള്ളത്. ഇന്ത്യയുടെ ഭൂപടം കേന്ദ്രഭരണ മലയാളത്തിൽ ഭാഷ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ചോദ്യം ചോദിച്ചാലും അതിന്റെ റിപ്ലൈ തരുന്നത് മലയാളത്തിൽ തന്നെയാണ്. ഗൂഗിൾ ജെമിനി ഉപയോഗിച്ച് നമ്മൾ യൂട്യൂബ് എല്ലാം ഓപ്പൺ ചെയ്യാൻ സാധിക്കും, പാട്ട് കേൾക്കാൻ സാധിക്കും. ഹേ ഗൂഗിൾ, പ്ലീസ് ഓപ്പൺ യൂട്യൂബ്. വേണ്ട പാട്ടുകളൊക്കെ ഇവിടുന്ന് സെലക്ട് ചെയ്ത് പ്ലേ ചെയ്യാനൊക്കെ സാധിക്കും. ഹേ ഗൂഗിൾ, എനിക്ക് ലീവ് ലെറ്ററിന്റെ ഫോർമാറ്റുകൾ വേണം. ലീവ് ലെറ്റർ ഫോർമാറ്റുകൾ. ലീവ് ലെറ്റർ എഴുതുന്നത് സംബന്ധിച്ച് നിങ്ങൾക്ക് സഹായം ആവശ്യമാണെങ്കിൽ ഇതാ ഒരുപാട് ഫോർമാറ്റുകളുടെ ഉദാഹരണങ്ങൾ. ഗൂഗിൾ ജെമിനി ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു സുഹൃത്തിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അതും സാധിക്കും. ഹേ ഗൂഗിൾ, പ്ലീസ് കോൾ ഷിനു. ശരി, വിളിക്കുന്നു. സേവ്ഡ് ആയിട്ടുള്ള പേര് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഒരു നമ്പറിലോട്ടാണ്, സേവ് ചെയ്യാത്ത ഒരു നമ്പറിലോട്ടാണ് വിളിക്കാൻ പറയുന്നെങ്കിൽ അതും ചെയ്യും. ഹേ ഗൂഗിൾ, എനിക്ക് 1994 നമ്പറിലേക്ക് വിളിക്കണം. ശരി, വിളിക്കുന്നു. ഹേ ഗൂഗിൾ, പ്ലീസ് ഓപ്പൺ ഫ്ലാഷ് ലൈറ്റ്. ഹേ ഗൂഗിൾ, ടേൺ ഓഫ് ഫ്ലാഷ് ലൈറ്റ്. ശരി, ഞാനത് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.